ഗൈസ്, വെൽക്കം ടു ദിസ് വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അഴിമുഖം ബീച്ചിലാണ്. എൻ്റെ അമ്മമ്മയുടെ വീട്ടിൻ്റെ കുറച്ച് ഇവിടുന്ന് വരാനുള്ളൂ. ഇവിടെ കാർണിവൽ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ വരിക. ബാ. ഇപ്പോൾ ഉച്ച സമയമാണ്, അതുകൊണ്ട് അത്രയ്ക്ക് ആൾക്കാരൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടാവും. നല്ല രസമാണ്. ഇപ്പം അത്രയ്ക്ക് ആൾക്കാരില്ല കേട്ടോ. ഇപ്പോൾ ഒരു 3:30-3:45 ദേവട്ടുണ്ട്, ധ്യാനുണ്ട്, പൊന്നു ചേച്ചി ഉണ്ട്, വേറെ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. ദേവട്ടോ കാറ്റാടിയാണ് കാണാൻ. ഭയങ്കര കാറ്റാണ് വീശുന്നത് കേട്ടോ. നല്ല കാറ്റാണ്. ഇവിടെ ഒരു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല തണലാണ്. നല്ല കാറ്റും തണലൊക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അമ്മൻ്റെയാണ്. 2 ഫ്ലേവറാണ്. ഇതിൻ്റെ മാംഗോയും അമ്മയുടെ പൈനാപ്പിളും ആട്ടോ. ഇത് സ്ട്രോബെറിയാണ്. ഇതോട്ടും പിന്നെ മാങ്ങയാണ് കേട്ടോ. പൊന്നൂൻ്റെത് ഒരു എരിവാണ്. ഞങ്ങളുടെയൊക്കെ മധുരമാണ്. പൊന്നൂൻ്റെയും വലിയമ്മേൻ്റെയും എരിവാട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഹാർബറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കാറ്റാടിക്കാട്ടിലൂടെ പോകുന്നത്. നല്ല കാറ്റ്. അപ്പോൾ ഇതാണ് കാർണിവലിൻ്റെ മെയിൻ എക്സ്പോർട്ടോ. നോക്കിയേ, ഇവിടെ കുറേ ഐറ്റംസ് ആണ് ഉള്ളത്. ഞാൻ ഇതുവരെ കയറാത്തൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാൽ ഗൈസ്, ഇത് ബൈക്കിൻ്റെതാണ് കേട്ടോ. അത് ചെറിയ കുട്ടികൾക്ക്. പിന്നെ അത് ആ ജമ്പിങ് ചെയ്യണം, ഹെലികോപ്റ്റർ, പിന്നെ ട്രെയിൻ പോലത്തെ അത്. പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല. ഗൈസ്, ഇത് സ്റ്റാർട്ടായിട്ടൊന്നുമില്ല. പൊന്നു ചേച്ചി കറക്കണം. ഞാൻ അങ്ങനെ കയറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുകയാണ് ഗൈസ്. ഇത് കാറിൻ്റെതാണ്. പിന്നെ അവിടെ ബ്രേക്ക് ഡാൻസ് ഉണ്ട്. പിന്നെ ഏന്ത്രൂലാണ് മെയിൻ സംഭവമാണ് ഗൈസ്. ഇതിൽ 24 സീറ്റ്സ് ഉണ്ട് തോന്നുന്നത് ഗൈസ്. അതാണ് പൊന്നാനി ഹാർബർ. ഇവിടുന്ന് മീനെ പിടിച്ചിട്ട് ഇവർ അവിടെ കൊണ്ടുപോയിട്ടാണ് ലാലം ചെയ്യാം കേട്ടോ. അവിടെയൊക്കെയാണ് വിൽക്കുന്നത്. എൻ്റെ അമ്മയുടെ ആൻറ്റിയുടെ വീടൊക്കെ അവിടെയാണ്, ആ ഭാഗത്താണ് മാമൻ്റെ ഒക്കെ വീട്.
അപ്പൊ ഗൈസ് ഞങ്ങള് ഇങ്ങനെ പൊന്നാനിക്ക് പോകുമ്പോ ഞങ്ങള് ജങ്കാർ വഴിയാട്ടാ പോവാറ്. ഗൈസ് ഇപ്പൊ ജങ്കാർ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ബോട്ടാണുള്ളത്. വരുന്ന ബോട്ട് അപ്പോഴും കേട്ടോ വരുന്നത്. ഗൈസ് അപ്പൊ നമ്മള് മാങ്ങ ഉപ്പും മുളകിട്ട് തിന്നോണ്ടിരിക്കുക. നമ്മുടെ ദേവട്ട ഒരു ചക്രം പോലത്തെ ആ സാധനം തിന്നോണ്ടിരിക്കുക കേട്ടോ. ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭാരതപ്പുഴയും ഇവിടെ അറബിക്കടലാണ്. ഇത് രണ്ടും ഒത്തുചേരുന്ന സ്ഥലമായിട്ട് ഈ അഴിമുഖം എന്ന് പറയുന്നത്. ഗൈസ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. ഈ കാർണിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആൾക്കാരൊക്കെ. ഗൈസ് അവിടെ അറ്റം വരെ ഉണ്ട്. നമുക്ക് വെയിലാണ്ട് അവിടെ വരെ നടക്കാൻ വയ്യ. അപ്പോൾ അവിടെ ഹാർബറിൻ്റെ കല്ലിട്ട് അവിടം വരെ ഉണ്ട് കേട്ടോ. അല്ല പക്ഷെ അവിടെ നല്ല വെയിൽ അടിച്ച് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വെയിലാണ്. എനിക്ക് കണ്ണ് പോലും കാണുന്നില്ല. നമ്മളിപ്പോൾ കടലിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഛർദ്ദേശം കൂടി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത്രയ്ക്ക് ഇത് ചൂടാണ്. പെട്ടെന്ന് അരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ കടലിൽ അങ്ങനെ ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറെ നടക്കേണ്ടിണ്ട് കേട്ടോ. ഇന്നത്തെ ബീച്ചിലെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് എനാബിൾ ചെയ്യുക. ബൈ.